നിങ്ങൾ പറഞ്ഞില്ലായിരിക്കും. പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്റെ അമ്മയെ അടിച്ചു. ആ അടി കണ്ട് നിങ്ങളെല്ലാരും ഉള്ളാലെ അങ്ങ് സന്തോഷിച്ചു. എന്റെ ഭാര്യയായിരുന്നു അവൾ ഉൾപ്പെടെ. ഞങ്ങൾ പറഞ്ഞ സത്യമോ മോനെ? തെറ്റ് ചെയ്ത അവരാണെങ്കിലും അതിന് മാപ്പ് ചോദിക്കാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്. ഓ, വിശദീകരിക്കണ്ട. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും എന്നോട് പറയാൻ വേണ്ട. എന്നോടും എന്റെ കുടുംബത്തോടും നിങ്ങൾ ചെയ്തതൊന്നും എനിക്കത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. പാവപ്പെട്ട എന്റെ അമ്മയുടെ ഈ കാലിൽ വീണ് നിങ്ങളുടെ കുടുംബം ഒന്നടങ്കം വീണ് മാപ്പ് പറഞ്ഞാലും ഞങ്ങളോട് ചെയ്തതിന് പകരം ആവില്ല. മോനെ, ഞങ്ങൾ എന്ത് ദ്രോഹ നിങ്ങളോട് ചെയ്തേ? എന്താ ചെയ്തേന്നോ പറയട്ടെ. ഞാൻ എന്റെ പെങ്ങളെ രാജു, അവന്റെ പെങ്ങളെ ഞാനും എന്ന മാറ്റ കല്യാണം ഞാൻ വാക്ക് വലിച്ചു. സ്നേഹിച്ച പെണ്ണല്ലേന്ന് കരുതി ഞാൻ അവളെ ചതിച്ചില്ല. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. പക്ഷെ നിങ്ങളുടെ മകൻ രാജു ഇവളെ കെട്ടാൻ വേണ്ടി എന്റെ പെങ്ങളെ ചതിച്ചു. അവളുടെ ജീവിതം തകർന്നു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ചോ? ഇല്ല. പിന്നെ എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കിയില്ല. മഹാബാബ പറയല്ലേ മോനെ? നിക്ക്, ബാക്കിയുടെ കേക്ക്. എന്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയ ആ വീട് അതിപ്പോ എങ്ങനെ സമ്പാദിച്ചതാണെങ്കിലും അത് അവരുടെ കഷ്ടപ്പാടിൽ നിന്നും ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ പിടിച്ചു മേടിച്ചില്ലേ? എന്ത് മര്യാദകട ഹരിഷേ പറയുന്ന? മറ്റൊരാൾക്ക് നിങ്ങൾ വിറ്റ വീട് അയാൾക്ക് പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചതാ. അതാണ് സത്യം. എന്നിട്ടെല്ലാം കഴിഞ്ഞ് എന്റെ വീട്ടിൽ കയറി എന്നെ തല്ലി അവളെ ഇറക്കിക്കൊണ്ടും പോയി. ഇറക്കിക്കൊണ്ട് പോയത് നിന്റെ അമ്മ അവളെ കൊല്ലാൻ നോക്കിയതുകൊണ്ടാ മോനെ? എന്റെ അമ്മ അങ്ങനെ ആരെയും കൊല്ലില്ല. ഒടുവില് എല്ലാരും കൂടെ അവളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മനസ്സ് മാറ്റിച്ചു. ചോദിക്കാൻ വന്ന എന്റെ അമ്മയെ പെരുവഴിയിലിട്ട് തല്ലി. ഇനി എനിക്ക് നിങ്ങളുടെ മോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ കാര്യവും പറഞ്ഞ് ആരും ഇവിടെ വരാനും പാടില്ല. ഹരീഷേ, ഇനിയൊരക്ഷരം മിണ്ടിപ്പോവരുത്. കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. ഇല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഞാൻ തന്നെ തിളച്ചിട്ടിരിക്കുന്ന മറ്റൊരു ഞാനുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. നീ മിണ്ടരുത്. നിന്നെ അനുസരിക്കാത്ത പെണ്ണിനെ നിനക്ക് വേണ്ട. അമ്മേ, അവളവളുടെ വീട്ടുകാരെയും കൂട്ടി നിന്നെ നാണം കെടുത്തുവല്ലേ? എന്റെ മകൾ അവളുടെ ഭർത്താവിനെ ഇതുവരെ നാണം കെടുത്തിയിട്ടില്ല. മോശമായിട്ട് ഒരു വാക്ക് പോലും ഇവനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടുമില്ല. നിന്റെ മകളെ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. കാലക്കേടിന് ഒരു സഹതാപം തോന്നി എന്റെ മകൻ അവളെ കെട്ടിപ്പോയി. സഹതാപം തോന്നാൻ എനിക്കൊരു മകളുണ്ട്. അവളൊരു പാവം. അവള് കല്യാണം കഴിക്കണേ ഹരീഷ് എന്ന് ഞാനോ വേണുവേട്ടനോ മറ്റാരെങ്കിലോ ഇവനോട് അപേക്ഷിച്ചിട്ടുണ്ടോ? ഇവനും അവൾക്ക് ഒരുപോലെ ഇഷ്ടമായിരുന്നോണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നാ ഇനി അവളുമായി ജീവിക്കാൻ എന്റെ മകന് താല്പര്യം ഇല്ല. താല്പര്യമില്ലെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞ ആരെ സമ്മതിക്ക? അവൻ പറയട്ടെ. അവൻ പറയും. അവനെ അവന്റെ അമ്മയെ അനുസരിച്ച് ജീവിക്കുന്ന മകന്. അമ്മ അനുസരിച്ച് ജീവിക്കുന്ന മക്കളാരും ഈ നാട്ടിൽ പെണ്ണ് കെട്ടാറില്ലേ? എന്റെ മകൻ രാജു അവൻ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവന്. എന്നിട്ട് അവൻ പെണ്ണ് കെട്ടിയില്ലേ? അവന്റെ ഡിവോഴ്സ് നടത്താൻ ഞാൻ ദാഹിക്കുന്നുണ്ടോ? കൂടുതൽ ന്യായീകരണമൊന്നും വേണ്ട. നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക്. രുക്മിണി, പല അഭ്യാസങ്ങളും കാണിച്ച് നീ ഞങ്ങളെ വരട്ടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് നീ തേക്കൊള്ളി കൊണ്ട് നീ നിന്റെ തല ചൊറിയും. നീ കളിക്കല്ലേ രുക്മിണി? ഞങ്ങള് കളി പഠിപ്പിക്കുവേ. വേണ്ട വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കും തോറും
നീ കേറി കേറി വന്നങ്ങ് വെളിയ. മര്യാദയ്ക്ക് മാന്യമായി ജീവിക്കുന്നവരെ അതിന് സമ്മതിച്ചില്ലെങ്കിൽ രുക്മിണി, നീ എന്നേക്കുമായി മരണം കാലത്ത് കട്ടിലിൽ കിടക്കേണ്ടി വരും. ഓർമ്മിച്ചോ? ഹരീഷേ, നീ ക്ഷമിക്കേ. എന്നെ കൊണ്ട് ഇവളിത് പറയിപ്പിക്കുന്നതാ. നിർമാല്യവും ദീപാരാധനയും തൊഴുത് വളർന്നവളാ ഞാൻ. നാവിലൂടെ നല്ലത് മാത്രം പറഞ്ഞ് ശീലിച്ചവള്. ഹോ, ചിലരോട് സംസാരിക്കുമ്പോ അറിയാതെ നമ്മളിലും അഴുക്ക് പടരും. എന്നോട് ക്ഷമിക്ക. മോനെ, അവിടെ ശ്രീനിനെ കാത്തിരിക്കുക. എന്നെ മാത്രം. രാധമേ, കരയാതെ കാര്യം എന്താണെന്ന് പറ. മോളെ, ഹരീഷും ശ്രീലക്ഷ്മി ഉപേക്ഷിക്കാൻ പോവാ. ഉപേക്ഷിക്കാൻ പോവാണെന്നോ? ഇതാര് പറഞ്ഞു? ആ രുക്മിണി. രുക്മിണിയോ? അവര് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരോട് പോവാൻ പറ രാധമേ. ഹരീഷ് എന്തെങ്കിലും പറഞ്ഞു? അവനൊന്നും പറഞ്ഞില്ല. എന്റെ മോള് ശ്രീലക്ഷ്മിക്ക് അവന് ജീവനാ. ഈ കാര്യം വലുത് അവൾ അറിഞ്ഞ അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുന്ന എന്റെ പേടി. ഒന്നും ഉണ്ടാവില്ല രാധമേ. ഇതൊക്കെ ആ രുക്മിണി വെറുതെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത്. രുക്മിണി ഡിവോഴ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ ഹരീഷ് സമ്മതിക്കില്ല. ഹരീഷിനോട് നമുക്ക് മറ്റു പലരെ കൊണ്ട് സംസാരിപ്പിക്കാം. ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താം.